ഓക്കെ, ഗുഡ് മോർണിംഗ്. യൂണിറ്റ് 3 എക്സെപ്ഷൻസ് എന്നുള്ള ടോപ്പിക്ക് നോക്കാം. എക്സെപ്ഷൻസ് എന്ന് പറഞ്ഞിട്ട് റൺ ടൈം എറേഴ്സാണ്. പ്രോഗ്രാം കമ്പൈൽ ചെയ്യുമ്പോൾ കാണുന്ന എറേഴ്സ് സിൻടാക്സ് എറേഴ്സും സെമാൻറ്റിക് എറേഴ്സൊക്കെയാണ് കമ്പൈൽ ചെയ്യുമ്പോൾ കാണുക. റൺ ടൈമിൽ പ്രോഗ്രാം നമ്മൾ പ്രോഗ്രാം നെയിം ഡോട്ട് ജാവ കൊടുത്ത് കമ്പൈൽ ചെയ്ത് വിത്ത് നോ എറേഴ്സ് എന്ന് കണ്ടിട്ട് റൺ ചെയ്യുമ്പോൾ ജാവ സ്പേസ് പ്രോഗ്രാം എന്ന് പറഞ്ഞ് റൺ ചെയ്യുമ്പോൾ കാണിക്കുന്ന എറേഴ്സാണ് എക്സെപ്ഷൻസ് എന്ന് പറയുന്നത്. ഈ എക്സെപ്ഷൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സെപ്ഷൻസ് വന്നു കഴിഞ്ഞാൽ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യും. അതാണ് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. എക്സെപ്ഷൻ ഹാൻഡ്ലിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സാണ് ട്രൈ, ക്യാച്ച്, ഫൈനലി, ത്രോസ്. ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എക്സെപ്ഷൻസിനെ ഹാൻഡിൽ ചെയ്യുന്നത്. അതായത് ട്രൈ പറഞ്ഞു കഴിഞ്ഞാൽ വരാൻ സാധ്യത ഉള്ളതിന് നമ്മൾ ട്രൈനകത്ത് കൊടുക്കും. ക്യാച്ച് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ എന്താ ചെയ്യുക വെച്ചാൽ എന്താണ് എറർ വരിക എന്നുള്ളതിന് ഈ ക്യാച്ച് സ്റ്റേറ്റ്മെൻറ്റിനകത്ത് നമ്മൾ സ്പെസിഫൈ ചെയ്യുക. ഫൈനലി എന്നുള്ളത് ഓപ്ഷനാണ്, നമുക്ക് വേണമെങ്കിൽ കൊടുത്താൽ മതി. ത്രോസിലും എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ അതിന് ആ എക്സെപ്ഷൻസ് വന്നു കഴിഞ്ഞാൽ അത് പ്രോഗ്രാമിനെ ബാധിക്കാതെ ത്രോ ചെയ്യുക, പുറത്തേക്ക് കളയുക എന്നുള്ള മീനിങ്ങിലാണ് ത്രോസ് ഉപയോഗിച്ചിരുന്നത്. അതിൽ ഇതാണ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, അതിന് മുന്നേ ടൈപ്സ് ഓഫ് എക്സെപ്ഷൻസ്. 2 ടൈപ്പ് ഓഫ് എക്സെപ്ഷൻസ് ആണ്. എക്സെപ്ഷൻ ക്ലാസും എറർ ക്ലാസും. ഇങ്ങനെ 2 ടൈപ്പ് എക്സെപ്ഷൻസ് ആണ് പറയുന്നത്. അതായത് എക്സെപ്ഷൻ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാൻഡേർഡ് ക്ലാസ് ലൈബ്രറിയിനകത്ത് പ്രോഗ്രാം സ്റ്റാൻഡേർഡ് ക്ലാസ്, അതായത് നമ്മൾ ബിൽറ്റ് ഇൻ ക്ലാസ്സിനകത്ത് നമ്മൾ അല്ലെങ്കിൽ എന്താ പറയുക, ബിൽറ്റ് ഇൻ ക്ലാസ് നമ്മൾ കൊടുക്കുന്ന രീതിയിലുള്ള വ്യത്യാസം കാരണം വരുന്ന എറേഴ്സാണ് എക്സെപ്ഷൻസ് ഇൻ ക്ലാസ് എന്ന് പറയുന്നത്. എറർ ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഡിഫൈൻസ് എക്സെപ്ഷൻ ദാറ്റ് നോട്ട് ഒക്കർ ഫ്രീക്വൻ്റ്ലി ആർ ഡിഫിക്കൽട്ട് ടു റിക്കവേർഡ്. അതായത് നമുക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് അങ്ങനെ വരുന്ന ഒരു എറർ അല്ല, പക്ഷെ വന്നു കഴിഞ്ഞാൽ അതിനെ റിക്കവർ ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അങ്ങനെയുള്ള എറേഴ്സിനെയാണ് നമ്മൾ എറർ ക്ലാസ് എന്ന് പറയുന്നത്. എക്സെപ്ഷൻ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകൂടെ പറയാം. 2 ടൈപ്പ് ഓഫ് എക്സെപ്ഷൻസ് ആണുള്ളത്. എക്സെപ്ഷൻ ക്ലാസും എറർ ക്ലാസും. എക്സെപ്ഷൻ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ക്ലാസ്സിൽ അല്ലെങ്കിൽ ബിൽറ്റ് ഇൻ ക്ലാസ്സിൽ വരുന്ന നമ്മുടെ പ്രോഗ്രാമിൽ ചെയ്യുന്ന മിസ്റ്റേക്ക് കാരണം വരുന്ന എറേഴ്സാണ്. അത് നമുക്ക് റിക്കവർ ചെയ്യാൻ ഈസിയാണ്. പക്ഷേ എറർ ക്ലാസ് എന്ന് പറയുന്നത് വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്ന എറർ അല്ല, പക്ഷേ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് പെട്ടെന്ന് റിക്കവർ ചെയ്യാൻ ബുദ്ധിമുട്ടാവും. അതിന് എക്സാമ്പിളാണ് ഫയൽ മിസ്സിങ് ആവുക, സിസ്റ്റത്തിൽ നിന്ന് അങ്ങനെ ഒരു ഫയൽ ഇല്ല എന്ന് പറയുക. അതേപോലെ മെമ്മറി ഔട്ട് ഓഫ് മെമ്മറിയാണ്, സിസ്റ്റം ഔട്ട് ഓഫ് മെമ്മറിയാണെന്ന് പറയുക. ഇതൊക്കെ അതിനൊക്കെ എക്സാമ്പിളാണ്. അതിൻ്റെ 2 ടൈപ്പ് ഓഫ് എക്സെപ്ഷൻസ് എന്ന് പറഞ്ഞിട്ട് ഡയഗ്രാം കൊടുത്തിരിക്കുകയാണ്. ഇനി എന്തൊക്കെ ടൈപ്പ് ഓഫ് എക്സെപ്ഷൻസ് ആണ് ജാവയിൽ വരാൻ ഒരുപാടുണ്ട് കേട്ടോ. അതിൽ വളരെ കുറച്ച് എക്സെപ്ഷൻസ് ആണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അരിത്തമെറ്റിക് എക്സെപ്ഷൻ എന്ന് പറയുമ്പോൾ അരിത്തമെറ്റിക് കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ അഡീഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ ചെയ്യുമ്പോൾ വരാവുന്ന എക്സെപ്ഷനാണ് അരിത്തമെറ്റിക് എക്സെപ്ഷൻ എന്ന് പറയുന്നത്. മെയിനായിട്ട് 0/5 എന്ന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതൊരു അരിത്തമെറ്റിക് എക്സെപ്ഷനാണ്. ജാവയിൽ അത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ 0 അങ്ങനത്തെ ചെയ്യുമ്പോൾ അവിടെ കാണിക്കും ഇസ് അരിത്തമെറ്റിക് എക്സെപ്ഷൻ എന്ന് പറഞ്ഞിട്ട്. അതുമാതിരി നൾ പോയിൻ്റർ എക്സെപ്ഷൻ. ഒബ്ജക്റ്റ് ഇനീഷ്യലൈസ് ചെയ്യാണ്ട് നമ്മൾ ഡോട്ട് ഉപയോഗിക്കുക, അല്ലെങ്കിൽ അതിനെ ആക്സസ് ചെയ്യാൻ ഉപയോഗിക്കുക. അപ്പോൾ ബി എന്നൊരു ഒബ്ജക്റ്റ് ഇല്ല, പക്ഷെ നമ്മൾ ബി ഡോട്ട് ഡിസ്പ്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫംഗ്ഷൻ ആക്സസ് ചെയ്യാൻ ഉപയോഗിക്കുമ്പോൾ അതിന് നൾ പോയിൻ്റർ എക്സെപ്ഷൻ എന്ന് പറയും. IO എക്സെപ്ഷൻ എന്ന് പറയുമ്പോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ ചെയ്യുന്ന ഇടയിൽ വരുന്ന എക്സെപ്ഷനാണ് IO എക്സെപ്ഷൻ എന്ന് പറയുന്നത്. അതേപോലെ അറേ ഇൻഡെക്സ് ഔട്ട് ഓഫ് ബൗണ്ട് എക്സെപ്ഷൻ എന്ന് പറഞ്ഞാൽ അറേയുടെ സൈസ് നമ്മൾ 10 എന്ന സൈസ് സ്പെസിഫൈ ചെയ്തിട്ട് നമ്മൾ 20 എന്ന സൈസ് കൊടുക്കാൻ ശ്രമിക്കുകയാണെങ്കിലാണ് കൊടുത്തിട്ടുണ്ടെങ്കിലാണ് അറേ ഔട്ട് ഓഫ് ബൗണ്ട് എക്സെപ്ഷൻ എന്ന് പറയുന്നത്. അറേ സ്റ്റോർ എക്സെപ്ഷൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ഡാറ്റ ഇൻകംപ്ലീറ്റ് ആയിട്ട് കൊടുക്കുകയാണ്. നമ്മളിപ്പോൾ 2 row 2 column എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡാറ്റ ഇൻപുട്ട് ചെയ്യുമ്പോൾ 2 row 1 column എന്ന് പറഞ്ഞ് ഡാറ്റ ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ,
അതായത് 2 റോ 2 കോളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 റോയും 2 കോളവും മസ്റ്റായിട്ട് വേണം അല്ലേ. അതിന് പകരം നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന സമയത്ത് 2 റോ ഇൻപുട്ട് ചെയ്തു, പക്ഷെ ഒരു കോളമേ ഇൻപുട്ട് ചെയ്തുള്ളൂ വെച്ചെങ്കിൽ വരുന്ന എററാണ് ഡാറ്റ സ്റ്റോർ എക്സെപ്ഷൻ അറേ സ്റ്റോർ എക്സെപ്ഷൻ എന്ന് പറയുന്നത്. അടുത്തത് ഇല്ലീഗൽ ആക്സസ് എക്സെപ്ഷൻ. ഇല്ലീഗൽ ആക്സസ് എക്സെപ്ഷൻ പറയുമ്പം നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റാത്ത ക്ലാസ് നമ്മൾ ആക്സസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ പാക്കേജിനകത്തുള്ള ക്ലാസ് നമുക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇമ്പോർട്ട് ആ പർട്ടിക്കുലർ പാക്കേജിൻ്റെ നെയിം കൊടുക്കണമെന്ന് ഓൾറെഡി പറഞ്ഞു. നമ്മൾ അങ്ങനെ കൊടുക്കാതെ നമ്മൾ ആക്സസ് ചെയ്യാൻ നോക്കുക. അതുമാതിരി ഇൻഹെറിറ്റൻസിൻ്റെ കോൺസെപ്റ്റ് വരുമ്പോൾ ഇൻഹെറിറ്റൻസിൻ്റെ ബേസ് ക്ലാസ് ഡിറൈവ്ഡ് ക്ലാസ്സിനെ നമ്മൾ ഡിറൈവ്ഡ് ക്ലാസ് എക്സ്റ്റെൻസ് ബേസ് ക്ലാസ് ചെയ്ത പോലെ തിരിച്ച് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനത്തെ ആക്സസ് ചെയ്യാൻ പറ്റാത്ത ക്ലാസ്സുകളെ ആക്സസ് ചെയ്യാൻ നോക്കുമ്പോൾ വരുന്ന എക്സെപ്ഷൻ നമുക്ക് സിസ്റ്റത്തിനകത്ത് എഴുതി കാണിക്കും. നമ്മൾ റൺ ചെയ്യുമ്പോൾ എഴുതി കാണിക്കുന്ന എക്സെപ്ഷനാണ് ഇല്ലീഗൽ ആക്സസ് എക്സെപ്ഷൻ. അടുത്തത് നമ്പർ ഫോർമാറ്റ് എക്സെപ്ഷൻ. അതുമാതിരി നമ്പർ കൊടുക്കുന്നത് നമ്മൾ ഇൻവാലിഡായിട്ട് നമ്പർ ഫോർമാറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ എക്സെപ്ഷൻ വരും. സ്ട്രിങ് ഇൻഡെക്സ് ഔട്ട് ഓഫ് ബൗണ്ട് എക്സെപ്ഷൻ. സ്ട്രിങ് ഇൻഡെക്സ് അതുമാതിരി സ്ട്രിങ് നമ്മൾ സ്ട്രിങ് നമ്മൾ ഒരുപാട് ലെങ്ത്തായിട്ട് കൊടുക്കുക. അങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ സ്ട്രിങ് ലെങ്ത്ത് നമ്മൾ പറഞ്ഞേക്കാളും കൂടുതലായിട്ടുണ്ടെങ്കിലൊക്കെ ഔട്ട് ഓഫ് എക്സെപ്ഷൻ വരും. ഇല്ലീഗൽ ആർഗ്യുമെൻ്റ് എക്സെപ്ഷൻ. ആർഗ്യുമെൻറ്റ് പ്രോപ്പർ അല്ലെങ്കിൽ പിന്നെ നാവിഗേറ്റ് അറേ സൈസ് എക്സെപ്ഷൻ. അറേ സൈസ് നാവിഗേറ്റ് ചെയ്യുകയാണെങ്കിൽ നാവിഗേഷൻ അറേ സൈസ് നമ്മൾ മാറ്റാൻ ട്രൈ ചെയ്യുകയാണെങ്കിൽ അതൊക്കെ എക്സെപ്ഷനാണ്. അങ്ങനെ ഒരുപാട് ടൈപ്പ് എക്സെപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത് എപ്പോഴാണ് ഉപയോഗമെന്ന് വെച്ചാൽ നമ്മൾ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ കമ്പൈലേഷനിൽ എറർ വരില്ല നമ്മളിപ്പോൾ പ്രോഗ്രാം ലാബിൽ ചെയ്യുമ്പോൾ. പക്ഷേ റൺ ടൈമിൽ ഇങ്ങനെ എന്തെങ്കിലും എഴുതി കാണിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കണം ഇന്ന ടൈപ്പ് കാരണമാണ്. അപ്പോൾ ആ ഭാഗം പോയിട്ട് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാം. ഓക്കെ, ചില മെയിൻ ഫങ്ഷൻ പറഞ്ഞിട്ട് കമ്പൈൽ ചെയ്തപ്പോൾ എററില്ല മിസ്സേ, റൺ ചെയ്തപ്പോൾ എററുണ്ട് എന്ന് പറയാറുണ്ട് നിങ്ങൾ. അത് ഇങ്ങനത്തെ എക്സെപ്ഷൻസ് ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അത് വായിച്ച് നോക്കി എന്താണ് എക്സെപ്ഷൻ അവിടെ എഴുതി കാണിക്കുന്നത് വായിക്കുക. അതിനനുസരിച്ച് വേണം നിങ്ങൾ പ്രോഗ്രാമിൽ കറക്റ്റ് ചെയ്യുമെങ്കിൽ മാത്രമേ നിങ്ങളുടെ എറർ കറക്റ്റ് ആവുള്ളൂ. ഓക്കെ, ഇനി ട്രൈയും ക്യാച്ചും എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളത് നോക്കാം. അതിൻ്റെ സിൻറ്റാക്സ് എങ്ങനെയാണെന്ന് നോക്കാം. ട്രൈ കേളി ബ്രേസസ് ഓപ്പൺ ചെയ്തിട്ട് കോഡ് ദേ മേ കോസ് എക്സെപ്ഷൻ വരാൻ സാധ്യതയുള്ളത് കൊടുക്കുക. ട്രൈ ബ്ലോക്ക് ക്ലോസ് ചെയ്യുക. ക്യാച്ച് എക്സെപ്ഷൻ ടൈപ്പ്, ഏത് ടൈപ്പ് ഓഫ് എക്സെപ്ഷൻ ആണെന്നുള്ളത് നമ്മളോട് സ്പെസിഫൈ ചെയ്യണം. ബ്രാക്കറ്റിൽ സ്പേസ് അതിനൊരു ഒബ്ജക്റ്റും ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് അതിനകത്ത് ഏതിനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് അതിനവിടെ കൊടുക്കുക. ഓക്കെ, പിന്നെ ഒരു കാര്യം പറയട്ടെ, ഇതെല്ലാം നമ്മളെ എക്സെപ്ഷൻസ് എല്ലാം ക്ലാസ്സസ് ആണ്. അപ്പോൾ അതിൽ എത്ര വേർഡ്സ് ഉണ്ടോ എല്ലാത്തിൻ്റെയും സ്റ്റാർട്ടിങ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. ഇപ്പോൾ ഇവിടെ ഫസ്റ്റത്തെ എന്താണ് അരിത്തമെറ്റിക് എക്സെപ്ഷൻ. അരിത്തമെറ്റിക് എക്സെപ്ഷൻ്റെ എയും ഇയും ക്യാപ്സാണ്. അതേപോലെ ഐഒ എക്സെപ്ഷൻ വന്നു കഴിഞ്ഞാൽ ഐ എന്നുള്ളത് ഇൻപുട്ടിൻ്റെ ഐ ആണ്, ഒ എന്നുള്ളത് ഔട്ട്പുട്ടിൻ്റെയാണ്. അപ്പോൾ ഐയും ഒയും ഇയും ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. അങ്ങനെ എല്ലാത്തിലും എത്ര വേർഡ്സ് ഉണ്ടോ എല്ലാത്തിൻ്റെയും സ്റ്റാർട്ടിങ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കണം. ഓക്കെ, ഇനി ട്രൈൻ്റെ സിൻറ്റാക്സ് ഇങ്ങനെയാണ്. ട്രൈയും ക്യാച്ചും നമ്മൾ നോർമലി ട്രൈയും ക്യാച്ചും വെച്ചിട്ട് മാത്രമേ പ്രോഗ്രാം ചെയ്യാറുള്ളൂ. വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് വരാറില്ല, എങ്കിലും എല്ലാം അറിഞ്ഞു വയ്ക്കുക. ഇപ്പോൾ ട്രൈ ബ്ലോക്കിനകത്ത് ഇതിപ്പോൾ ഒരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. എ എന്നുള്ളത് 15, ബി എന്നുള്ളത് 3, സി എന്നുള്ളത് 0 എന്ന് പറഞ്ഞിട്ട് സിസ്റ്റം ട്രൈ ബ്ലോക്കിനകത്ത് A-5 ഇൻറ്റു ബി ചെയ്തിരിക്കുകയാണ്. സി ഈക്വൽ ടു A-5 ഇൻറ്റു ബി. ബിയുടെ വാല്യൂ എത്രയാണ്? 3 ആണ്. അപ്പോൾ 5 ആദ്യം മൾട്ടിപ്ലിക്കേഷനാണ് നടക്കുക. അപ്പോൾ 5 ഇൻറ്റു 3 15. എയുടെ വാല്യൂ ബിയുടെ വാല്യൂ എത്രയാണ്? 3 ആണ് അല്ലേ. 5 ഇൻറ്റു 3 15. പിന്നെ എ എന്നുള്ളത് 15 ആണ്. 15 മൈനസ് 15 എത്രയാണ്? 0. 15 മൈനസ് 15 0 ആണ്. എ ബൈ 0 ഞാൻ പറഞ്ഞില്ലേ, ബൈ 0 ഡിവൈഡ് ബൈ 0 ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എറർ വരും. അപ്പോൾ A/0 എന്ന് പറയുമ്പോൾ 15/0 ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എക്സെപ്ഷൻ വരാനാണ് സാധ്യം. അതുകൊണ്ടാണ് ഈ ട്രൈ ബ്ലോക്കിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്ത് ടൈപ്പ് ഓഫ് എക്സെപ്ഷനാണ് വരിക? അരിത്തമെറ്റിക് എക്സെപ്ഷനാണ്. അരിത്തമെറ്റിക് എക്സെപ്ഷൻ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ക്യാച്ച് അരിത്തമെറ്റിക് എക്സെപ്ഷൻ സ്പേസ് AE എന്നിട്ട് അതിനകത്ത് പറയാം അരിത്തമെറ്റിക് എക്സെപ്ഷൻ ഒക്കെ ചെയ്യും. ദ റിസൾട്ട് ഇങ്ങനെയാണ് വരിക എന്ന് പറഞ്ഞിട്ട് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുക. എന്നിട്ട് അതല്ലാതെ വരാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ട് വെറുതെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് C = A/B എന്നിട്ട് system.out.println a new value എന്ന് പറഞ്ഞിട്ട് പ്രിൻറ്റ് ചെയ്തിരിക്കുകയാണ്. അത് ക്ലോസ് ചെയ്തു.
അത്രയേ ഉള്ളൂ. ഇത് ശരിക്കും ട്രൈയും ക്യാച്ചും നമ്മൾ എപ്പോഴും ഉപയോഗിക്കുക വെച്ചെങ്കിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ലെങ്തി ആയിട്ടുള്ള പ്രോഗ്രാംസ് വരുമ്പോഴാണ് നമ്മൾ ട്രൈയും ക്യാച്ചും ഉപയോഗിക്കുക. കാരണം വലിയ ലെങ്തി പ്രോഗ്രാംസ് വരുമ്പോൾ ഉറപ്പാണ് എക്സെപ്ഷൻസ് വരാൻ സാധ്യത ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ ട്രൈ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് കൊടുക്കും. അപ്പോൾ എന്തെങ്കിലും വന്നാൽ തന്നെ ഓട്ടോമാറ്റിക്കലി അത് ക്യാച്ച് ചെയ്തിട്ട് ത്രോ ചെയ്തോളും. അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് വരില്ല. അതേമാതിരി ഒന്നിൽ തന്നെ നമുക്ക് ഒന്നിൽ കൂടുതൽ ക്യാച്ച് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യാം. അതിൻ്റെ സിൻറ്റാക്സ് ആണത്. അതിൽ വെച്ച് പ്രോഗ്രാമൊന്നുമില്ല, നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ഒരു ട്രൈ സ്റ്റേറ്റ്മെൻറ്റും ഒന്നിൽ കൂടുതൽ എക്സെപ്ഷൻസ് നമ്മളിപ്പോൾ ആ ട്രൈ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് കൊടുത്തതിൽ അറേ ഔട്ട് ഓഫ് ബൗണ്ട് വരാം, പിന്നെ മാത്തമാറ്റിക് എക്സെപ്ഷൻ വരാം. അങ്ങനെ ഒന്നിൽ കൂടുതൽ നമുക്ക് എക്സെപ്ഷൻസ് വരാൻ സാധ്യത ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നിൽ കൂടുതൽ കേസ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് കൊടുക്കാം. അതേപോലെ നെസ്റ്റഡ് ട്രൈ ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ട്രൈ ബ്ലോക്കിനകത്ത് വേറൊരു ട്രൈ ബ്ലോക്ക്, നമ്മൾ ഫോർ ലൂപ്പ്, നെസ്റ്റഡ് ക്ലാസ് ഒക്കെ ഉണ്ട് കേട്ടോ. ക്ലാസ് നമ്മൾ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനില്ലെങ്കിലും പറയാം. നെസ്റ്റഡ് ക്ലാസ് എന്ന ഒരു ക്ലാസ്സിനകത്ത് വേറൊരു ക്ലാസ് ഉപയോഗിക്കുക. അതേപോലെ തന്നെയാണ് നെസ്റ്റഡ് ട്രൈ ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നെസ്റ്റഡ് ട്രൈ ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ട്രൈനകത്ത് നമുക്ക് വേറൊരു ട്രൈ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അതിൻ്റെയൊക്കെ സിൻറ്റാക്സ് പഠിച്ചു വയ്ക്കുക. സിൻറ്റാക്സ് മാത്രം പഠിച്ചാൽ മതി, പ്രോഗ്രാമിലേക്കൊന്നും നിങ്ങൾ കടക്കണമെന്നില്ല. പിന്നെന്താ, ഓക്കെ, അടുത്തത് ഫൈനലി എന്നുള്ള കീവേഡ്. ദ കോഡ് വിത്തിൻ ദ ഫൈനലി ബ്ലോക്ക് വിൽ ഓൾവേസ് ബി എക്സിക്യൂട്ടഡ് വെദർ ഓർ നോട്ട് ദ എക്സിക്യൂഷൻ ഇസ് ത്രോൺ. എക്സിക്യൂഷൻ പോയാലും ഇല്ലെങ്കിലും ആ ഫൈനലി ബ്ലോക്കിൽ കൊടുക്കുന്നത് എക്സിക്യൂട്ട് ആവും. ഓക്കെ, ഇത് ട്രൈ ബ്ലോക്ക് വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു ഡയഗ്രാമാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ എക്സിക്യൂഷൻ ട്രൈ ബ്ലോക്കിനകത്ത് കൊടുത്തു. എക്സെപ്ഷൻസ് ഉണ്ടെങ്കിൽ ക്യാച്ച് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പാസ് ചെയ്യും. അതിൽ എക്സെപ്ഷൻ 1, 2, 2-3 എക്സെപ്ഷൻസ് ഉണ്ടെങ്കിൽ ആ 2-3 എക്സെപ്ഷൻസ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഇതിലിപ്പോൾ എന്ത് ഓപ്പറേഷൻ നടന്നാലും എന്ത് ചെയ്താലും ഇന്നത് നടന്നില്ലെങ്കിലേ ഫൈനലി വർക്കാവുന്നില്ല. എന്ത് നടന്നാലും ഇല്ലെങ്കിലും എക്സെപ്ഷൻസ് ത്രോ ചെയ്താലും ഇല്ലെങ്കിലും എന്ത് വർക്കാവും, ഫൈനലി എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ എന്ത് കൊടുത്താലും അത് വർക്കാവും. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിപ്പോൾ കണ്ടോ, ഇതിൽ ട്രൈ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതൊരു സാധാരണ നോർമൽ എക്സെപ്ഷൻ വരുന്നതാണ്. ക്യാച്ച് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത് ജസ്റ്റ് പ്രിൻറ്റ് ചെയ്യാൻ കൊടുത്തിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടി ആ എക്സെപ്ഷൻ ക്ലോസ് ചെയ്തു. പക്ഷേ ഈ ഫൈനലി സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡിനോമിനേറ്ററിനോ എന്തോ കനോട്ട് ബി 0 കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും പ്രിൻറ്റ് ചെയ്യും. ഇവിടെ കണ്ടോ എക്സെപ്ഷൻ എന്താണെന്ന് ഇവിടെ കാണിക്കുന്നുണ്ടോ, java.lang. അരിത്തമെറ്റിക് എക്സെപ്ഷൻ ബൈ 0 അങ്ങനെ എററാണ് വരുന്നത്. അരിത്തമെറ്റിക് എക്സെപ്ഷനാണ് വരുന്നത് എന്നുള്ളത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രോസസ്സ് കഴിഞ്ഞു. പക്ഷെ നമ്മൾ ഫൈനലി എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മളവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മൾ എന്താണോ പ്രിൻറ്റ് ചെയ്യാൻ കൊടുത്തത് അതും കൂടെ ഒപ്പം പ്രിൻ്റ് ആവും. അത്രയേ ഉള്ളൂ. ഫൈനലി എന്നുള്ളൊരു ഓപ്ഷനിലാണ്, നിർബന്ധമല്ലേ കൊടുക്കണം എന്നുള്ളത്. ഫൈനലി പക്ഷേ ട്രൈ ക്യാച്ച് സ്റ്റേറ്റ്മെൻറ്റ് പോലെ തന്നെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതിപ്പോൾ നമ്മൾ ത്രോ ചെയ്താലും ഇല്ലെങ്കിലും ഫൈനലി സ്റ്റേറ്റ്മെൻറ്റിൽ എന്ത് നമ്മൾ കൊടുത്തോ അത് വർക്കാവും. ഓക്കെ, അതേമാതിരി ത്രോൻ്റെ സിൻറ്റാക്സ് ആണ്. ത്രോ എന്ന് പറഞ്ഞു ഓട്ടോമാറ്റിക്കലി സിസ്റ്റം ജനറേറ്റ് ചെയ്യുന്ന എറേഴ്സിനെ ഓട്ടോമാറ്റിക്കലി ത്രോ ചെയ്യാനാണ് ത്രോ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുക. ത്രോ എക്സെപ്ഷൻ ഒബ്ജക്റ്റ്, ഇതാണ് അതിൻ്റെ സിൻറ്റാക്സ് വരിക. അപ്പോൾ അതിൽ ട്രൈനകത്ത് ത്രോ എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ടൊരു ഒരു മെത്തേഡ്, ജസ്റ്റ് ഒരു നോർമൽ മെത്തേഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ അരിത്തമെറ്റിക് എക്സെപ്ഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ക്യാച്ചിൽ അവർ പറഞ്ഞു അരിത്തമെറ്റിക് എക്സെപ്ഷൻ കോട്ട് ചെയ്തിട്ടുണ്ട്, പ്ലസ് എയും നമ്മൾ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് സ്റ്റാറ്റിക് വോയിഡ് ത്രോവബിൾ എന്ന് പറഞ്ഞാൽ ഇൻറ്റ് a = 0. അതായത് നമ്മൾ അവിടെ കൊടുത്തിട്ട് പറയുന്നതിന് പകരം ത്രോവിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ത്രോ ആയി പോകും. പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് വറീഡ് ആവേണ്ട ആവശ്യമില്ല. ഇതിൽ ട്രൈലും ക്യാച്ചിലും വരാൻ സാധ്യതയുള്ളതിനും വന്നു കഴിഞ്ഞാൽ ക്യാച്ച് ചെയ്യും മാത്രമാണ് ചെയ്യുന്നത്. അതിനെ പ്രോഗ്രാമിൽ നിന്ന് പുറത്ത് കളയില്ല. ഇതിലാവുമ്പോൾ അങ്ങനെ എക്സെപ്ഷൻസ് വന്നു കഴിഞ്ഞാൽ പ്രോഗ്രാമിൽ നിന്ന് എടുത്ത് പുറത്ത് കളയുകയും കൂടെ ഓട്ടോമാറ്റിക്കലി പുറത്ത് കളയുകയും കൂടെ ചെയ്യും. അതിനാണ് നമ്മൾ ത്രോ എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. ത്രോ എന്നുള്ള മെത്തേഡിനകത്ത് ട്രൈയും ക്യാച്ചും യൂസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എന്താണ് നമ്മൾ എറർ വരാൻ പറഞ്ഞത്, അരിത്തമെറ്റിക് എക്സെപ്ഷനാണ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായത് അല്ലേ. ക്യാച്ച് അരിത്തമെറ്റിക് എക്സെപ്ഷൻ AOE ഇതിങ്ങനെ വലിയ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടും മെത്തേഡായിട്ടും ചെയ്യേണ്ട കേട്ടോ. ഈ ട്രൈയും ക്യാച്ചും മാത്രമായിട്ട് നിങ്ങൾക്ക് ചെയ്ത് നോക്കിയാലും കിട്ടും. അത് ജസ്റ്റ് ഡിക്ലെയർ ചെയ്യുക. ആദ്യം തന്നെ മെയിൻ ഫംഗ്ഷൻ കഴിഞ്ഞ് ഡിക്ലെയർ ചെയ്തിട്ട് ട്രൈയും ഈ ക്യാച്ച് സ്റ്റേറ്റ്മെൻറ്റും ത്രോ AOE എന്നാണ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എറേഴ്സ് ത്രോ ആവും. അരിത്തമെറ്റിക് എക്സെപ്ഷൻ ത്രോ ആയി എന്ന് പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് വരും.
ഓക്കെ, എറേഴ്സ് ഒന്നും വരാതെ. അതേപോലെ തന്നെയാണ് ത്രോസ് കീവേഡിനും വലിയ വ്യത്യാസമൊന്നുമില്ല. സിൻടാക്സിൽ ചെറിയൊരു മാറ്റം വരുന്നത്, ത്രോസ് നമ്മൾ ഏത് മെത്തേഡാണോ ഉപയോഗിക്കുന്നത്, ഏത് മെത്തേഡാണോ നമുക്ക് എക്സെപ്ഷൻ വരാൻ സാധ്യത ഉള്ളത് അതിൻ്റെ ഒപ്പമാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ വോയിഡ് ഡിസ്പ്ലേ എന്ന് പറഞ്ഞ പ്രോഗ്രാമിനകത്ത് നമ്മൾ എന്തെങ്കിലും എറർ വരാൻ സാധ്യത ഉണ്ടെങ്കിൽ അതിനോട് ചേർത്തിട്ട് നമ്മൾ എന്തെങ്കിലും ത്രോസ് എക്സെപ്ഷൻ, എന്ത് എക്സെപ്ഷനാണ്, ഇൻപുട്ട് ഔട്ട്പുട്ട് എക്സെപ്ഷനാണ് വരാൻ സാധിച്ചെങ്കിൽ ത്രോസ് നമ്മളിപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചെങ്കിൽ ജാവ പ്രോഗ്രാമിൽ നമ്മളിനി ഇൻപുട്ട് ചെയ്തിട്ടുള്ള പ്രോഗ്രാം ചെയ്യും. ഇൻപുട്ട് ചെയ്തുള്ള പ്രോഗ്രാം ചെയ്യുമ്പോൾ എപ്പോഴും IO എക്സെപ്ഷൻ വരാൻ വളരെയധികം സാധ്യതയാണ്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ മെയിൻ ഫംഗ്ഷനിൽ അല്ലെങ്കിൽ നമ്മൾ ആ ഇൻപുട്ട് ഓപ്പറേഷൻ ചെയ്യുന്ന ഏത് മെത്തേഡിലാണോ ആ മെത്തേഡിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും, എപ്പോഴും ത്രോസ് IO എക്സെപ്ഷൻ നിർബന്ധമായും വയ്ക്കും. THROWS ത്രോസ് സ്പേസ് IO എക്സെപ്ഷൻ IOE ഇത് മൂന്നും ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും. നിർബന്ധമായിട്ട് നമ്മൾ ഇനി ഇൻപുട്ട് ചെയ്യുമ്പോൾ ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അതാണ് ത്രോസ് IO എക്സെപ്ഷൻ. അപ്പോൾ നമുക്ക് അവിടെ വേറെ ട്രൈനിങ് ക്യാച്ചിൻ്റെയൊക്കെ ആവശ്യം വളരെ റെയറാണ്. ഓട്ടോമാറ്റിക്കലി എറർ വന്നു കഴിഞ്ഞാൽ ത്രോ ചെയ്തോളും. വലിയ ലെങ്തി ആണെങ്കിൽ നമുക്ക് ട്രൈൻ ക്യാച്ചൊക്കെ ഉപയോഗിക്കണം. ചെറിയ പ്രോഗ്രാംസ് ആണെങ്കിൽ നമുക്ക് ആ ത്രോസ് വെച്ചിട്ട് തന്നെ ചെയ്താൽ മതി. പിന്നെ നമുക്ക് കൂടുതലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതുമാതിരി ഇനി ക്രിയേറ്റിംഗ് ഓൺ എക്സെപ്ഷൻസ്, നമുക്ക് സ്വന്തമായിട്ട് എക്സെപ്ഷൻസ് ക്രിയേറ്റ് ചെയ്യാവുന്നതിനെ കുറിച്ചാണ്. ഓക്കെ, ഓൺ എക്സെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എക്സെപ്ഷന് നമുക്ക് തന്നെ സ്വന്തമായിട്ട് പേര് കൊടുക്കുന്ന പോലെയാണ്. നമ്മളിപ്പോൾ അരിത്തമെറ്റിക് എക്സെപ്ഷൻ എന്നൊക്കെ കൊടുത്ത മാതിരി ഇവിടെ നമുക്ക് ഓൺ എക്സെപ്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ട് അതിന് നമ്മൾ എന്താ പറയുക, ഞാൻ പറഞ്ഞില്ലേ ഒരു സ്ട്രിങ് ടോക്കണൈസർ ക്ലാസ്സൊക്കെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞില്ലേ, അത് നിങ്ങൾക്ക് സിലബസേ ഇല്ല, പക്ഷെ അത് പറഞ്ഞുതരാം. അത് വെച്ചിട്ട് ചെയ്യുന്ന രീതിയാണ് ഓൺ എക്സെപ്ഷനൊക്കെ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് വലിയ ഡീറ്റെയിൽ ആയിട്ട് പോകണ്ട. ക്രിയേറ്റിംഗ് ഓൺ എക്സെപ്ഷൻ എന്ന് ഓപ്ഷൻ ഉണ്ട് എന്ന് മാത്രം മനസ്സിലാക്കി വയ്ക്കുക. എന്തെങ്കിലും സമയം കിട്ടുമ്പോൾ സ്ട്രിങ് ടോക്കണൈസർ ക്ലാസ് എടുക്കുമ്പോൾ ഈ ക്രിയേറ്റിംഗ് ഓൺ എക്സെപ്ഷൻ എങ്ങനെയാണെന്നും കൂടെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, ഇത്രയാണ് എക്സെപ്ഷൻ ഹാൻഡ്ലിങ് ടെക്നിക്സും. എന്താണ് എക്സെപ്ഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവില്ല. What is exceptions, what are the different types of exceptions, അതുപോലെ what are the different statements for exception handling. ഈ 3 ക്വസ്റ്റ്യൻ ഇന്ന് പ്രതീക്ഷിക്കാം. ഇതല്ലെങ്കിൽ റൈറ്റ് എ പ്രോഗ്രാം ഫോർ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് ആൻഡ് എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ്. നിങ്ങൾ സിമ്പിളായിട്ടൊരു പ്രോഗ്രാം എഴുതുക, അത് വെച്ചിട്ട് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് എക്സ്പ്ലെയിൻ ചെയ്യുക. ഇങ്ങനെ പറഞ്ഞിട്ടും ക്വസ്റ്റ്യൻ ചോദിക്കാം. അതുകൊണ്ട് ഈ സെക്ഷൻ നന്നായി പഠിക്കുക, നോട്ട്സ് എഴുതി വയ്ക്കുക. ഓക്കെ.